അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ കഥാപുരുഷൻ ചേരമാൻ പെരുമാൾ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നു എന്നതിന് അബൂജഹലിനും അതുപോലെ തന്നെ ഹബീബ് ബിൻ മാലിക്കിനും കാണിച്ചു കൊടുത്ത ആ ദൃഷ്ടാന്തം അഥവാ ചന്ദ്രൻ പിളർത്തിയ അത്ഭുത സംഭവം തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്ന് കാണുകയും അങ്ങനെ താൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി മക്കയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയുമാണ്. അങ്ങനെ പായക്കപ്പൽ മുഖേന മഹാനായ ചേരമാൻ പെരുമാൾ അതാ കേരളത്തിൻ്റെ കൊടുങ്ങല്ലൂർ കടൽക്കരയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. രംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. ഏറി കപ്പൽ പാശുയർത്തി രാപ്പകൽകൾ ഓടി എത്തിടൈ ഷഹർ മുക്കല്ല ബസ്തി തന്നിൽ കൂടി കേറി കുദ്ദൂസെത്തി ബന്ദേ താഹതങ്ങളുണ്ടേ ീലഹത്തായത്തലത്തുണ്ടായിരും നാറന്തേ. അതെ, മഹാനായ ചേരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂരിൽ നിന്നും പായക്കപ്പൽ മുഖേന അന്നത്തെ കപ്പൽ അണഞ്ഞിരുന്ന സ്ഥലമായിരുന്നു ഇന്ന് ജിദ്ദക്ക് പകരം ഷഹർ മുക്കല്ല എന്ന് പറയുന്ന സ്ഥലത്ത് കപ്പൽ അണഞ്ഞു എന്ന് മാത്രമല്ല, അങ്ങനെ ഹബീബായ നബി തങ്ങളെയും അന്വേഷിച്ച് അവർ നടന്നു നീങ്ങി ആ സംഘം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇരിക്കുന്ന അടുത്തെത്തിയെന്ന് മാത്രമല്ല, ഹബീബായ നബിയെ കണ്ട് പുല്ലികൾ അറബിലെ തലവർ സഹാബുകൾ പലരും ഒരുമയുൽ വലിമഹറിലെ നിലവില്ലധിപതി കലിമ മൊളികവേ പൊലിവ് കടൽ പതി അലകൾ മൊളികവേ സ്വർഗം കൊണ്ട് മുസ്തഫ ബഷ്കം ദൂക മൊളികവേ ഹക്കൻ തന്നിൽ മൊത്തി അവർക്കായി. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് എന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഷഹാദത്തിൻ്റെ വചനം ഹബീബായ നബി തങ്ങൾ ചൊല്ലിക്കൊടുത്ത് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ചേരമാൻ പെരുമാൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഇനി ചേരമാൻ പെരുമാൾ എന്നുള്ള പേരൊന്ന് മാറ്റി നല്ല ഒരു പേരിടണം. എന്തായിരുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പേര് കണ്ടുപിടിക്കും. ആ പേര് ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാളിന് ഇടുകയുമാണ്. എന്തായിരുന്നു പേര് എന്ന് മാപ്പിള കവി സമ്രാട്ട് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. ആണവർക്കം നാദരെ പേർ ബേത്ത് താജുദ്ദീന ആയതിൽ പിൻ തങ്ങൾ കൂടെ പോയവർ മദീന. അങ്ങനെ താജുദ്ദീൻ, ദീനിൻ്റെ വിളക്ക് എന്ന നാമം വരുന്ന അർത്ഥം വരുന്ന പേരാണ് ചേരമാൻ പെരുമാളിനിട്ടത്. ഏതായാലും ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഇൽമ് പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇൽമ് പഠിക്കാനും ഞങ്ങളോട് കൂടെ കുറച്ച് കാലം താമസിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ച് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ചേരമാൻ പെരുമാളായ താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു സമ്മതം മൂളുകയും അങ്ങനെ സഹാബത്തിൻ്റെ കൂടെ ഹബീബായ നബി തങ്ങളോട് കൂടെ കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരത്ഭുതകരമായ സംഭവം ചേരമാൻ പെരുമാൾ അള്ളാൻ്റെ റസൂലിനോട് ഉണർത്തുന്നത്. എന്തായിരുന്നു അത് എന്ന് കവി തന്നെ പറയട്ടെ. ഉന്നം എൻ കാതാൽ ചിലർ ഹസിത്തിടും നാരൻ്റെ ഊക്കർ മുഅ്ജിസാത്ത് ബേലൈ ഹസ്തമാൽ തൂർത്തൊണ്ടേ. നബിയുടെ അടുക്കൽ വന്നൊരു പരാതി പറയാണ് ചേരമാൻ പെരുമാളായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു. എന്താണത്? ഞാൻ സഹാബാക്കളൊക്കെ എന്നെ പരിഹസിക്കുകയാണ് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. എൻ്റെ കാതിൽ ഞാൻ അമുസ്ലിമായിരുന്ന കാലത്ത് കടുക്കം തൂക്കിയ ഒരു ഓട്ടയുണ്ട്. ഈ ഓട്ട കണ്ടിട്ട് സഹാബാക്കളൊക്കെ എന്നെ പരിഹസിക്കുകയാണ് പറഞ്ഞു. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെവി ഇങ്ങനെ നോക്കുമ്പോൾ ഓട്ട തൂർന്നു പോയി. അവിടുത്തെ അത്ഭുതകരമായ മുഅ്ജിസത്ത് കൊണ്ട് ആ ഒരു ഓട്ട തൂർന്നു പോയി. എന്നിട്ട് അതിൽ പിടിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഞാനിത് കാണാത്തത് കൊണ്ടല്ല, നാളെ സ്വർഗത്തിൽ നിന്നും മുത്തുക്കുല തൂക്കാമെന്ന് വിചാരിച്ച് ഒഴിച്ചിട്ടതാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ചേരമാൻ പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു മറുചെവി പൊത്തിപ്പിടിക്കുകയുണ്ടായി. ഏതായാലും ഇങ്ങനെ അത്ഭുതകരമായ മുഅ്ജിസത്ത് നടക്കുകയും ഇനി മഹാനായ ചേരമാൻ പെരുമാൾ ഹബീബായ നബി തങ്ങളോട് വന്ന് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിവരിക്കുകയാണ്. എന്താണ് സംഭവമെന്ന് അടുത്ത എപ്പിസോഡിൽ.